Hello students, welcome to KTU Online Study. Myself Vandana. I am one of the tutors at KTU Online Study. ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കാൽക്കുലസ് ആണ്. നമ്മൾ ആദ്യം നോക്കുന്നത് മോഡ്യൂൾ ഫസ്റ്റ് ആണ്. മോഡ്യൂൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനൈറ്റ് സീരീസ് ആൻഡ് സിംഗിൾ വേരിയബിൾ കാൽക്കുലസ്. അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ സബ് ടോപ്പിക്സ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ആ സബ് ടോപ്പിക്സ് എത്ര എണ്ണം? 6 എണ്ണം ഉണ്ട്. ആ സബ് ടോപ്പിക്സിനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നോക്കാം. ആദ്യം എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ വരും? സീക്വൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കും. ഇൻഫിനൈറ്റ് സീരീസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇൻഫിനൈറ്റ് സീരീസ് നമുക്ക് പ്രാക്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കറിയാം. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? അതിനെ ഒരു ഫൈനൈറ്റ് സമ്മിലേക്ക്, ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ആ ഫൈനൈറ്റ് നമ്പറിലേക്ക് കൊണ്ടുവരുന്ന കോൺസെപ്റ്റിനെ എന്ത് പറയും? കൺവേർജൻസ്. അല്ലെങ്കിൽ അത് ഫൈനൈറ്റ് നമ്പറിലേക്ക് അല്ല പോകുന്നെങ്കിൽ ആ പ്രോപ്പർട്ടീനെ എന്ത് പറയും? ഡൈവേർജൻസ് എന്ന് പറയും. അപ്പൊ അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പഠിക്കുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു ഇൻഫിനൈറ്റ് സീരീസ് കിട്ടും. ആ ഇൻഫിനൈറ്റ് സീരീസ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ജനറൽ ഡിസ്ക്രിപ്ഷൻ, ഒരു nth ടേം എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും. ആ ടേം വെച്ച് നമ്മളൊരു ടെസ്റ്റ് എടുക്കും. ആ ടെസ്റ്റ് ആണ് nth ടേം ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ nth ടേം ടെസ്റ്റിന് ഒരു പ്രശ്നമുണ്ട്. ചില കേസസിൽ അത് എന്തായിരിക്കത്തില്ല? വാലിഡ് ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് കുറച്ച് പുതിയ ടെസ്റ്റും കൂടെ എടുക്കണം. പുതിയ ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അപ്പം എടുക്കുന്നതാണ് കൺവേർജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ കൺവേർജൻസ് ടെസ്റ്റ് നമ്മുടെ സിലബസ് അനുസരിച്ച് ഒരു 3 ടെസ്റ്റ് നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്ന് കോഷീസ് റൂട്ട് ടെസ്റ്റ് ഉണ്ട്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ ആലംബേർട്സ് റേഷ്യോ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ 3 ടെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 ടെസ്റ്റും നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ? കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് സീരീസ് പഠിക്കണം. ആ സീരീസ് വെച്ചാണ് നമ്മൾ ഈ കൺവേർജൻസ് ടെസ്റ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഹാർമോണിക് സീരീസ് ഉണ്ട്, ജോമെട്രിക് സീരീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ 10th-ലും 12th-ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഈ വരുന്നത് സ്റ്റാൻഡേർഡ് സീരീസ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കൺവേർജൻസ് ടെസ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഈ 4 ടോപ്പിക്ക് നോക്കി. ഈ 4 ടോപ്പിക്കിന് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പോസിറ്റീവ് സീരീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. പോസിറ്റീവ് സീരീസ് അല്ലല്ലോ നേച്ചറിൽ. എത്ര സീരീസ് ഉണ്ട്? നെഗറ്റീവ് വരുന്ന ടേംസും ഉണ്ട്. അപ്പൊ അതിനെയും നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കേണ്ട ടോപ്പിക്കാണ് ഓൾട്ടർനേറ്റ് സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒരു സീരീസ് ഒരു കുറേ സെറ്റ് ഓഫ് നമ്പേഴ്സ് തരും. ആ നമ്പേഴ്സ് വിൽ ബി സെപ്പറേറ്റഡ് ബൈ പ്ലസ് ഓർ മൈനസ് സൈൻ. അപ്പൊ പ്ലസ് ഉണ്ടെങ്കിലും അനലൈസ് ചെയ്യണം, മൈനസ് ഉണ്ടെങ്കിലും അനലൈസ് ചെയ്യണം. അതിനു വേണ്ടി വരുന്ന ടെസ്റ്റാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ പവർ സീരീസ് എന്ന് പറയുന്നത്. പവർ സീരീസ് എന്താന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എടുക്കുന്ന സീരീസ് എല്ലാം കോൺസ്റ്റന്റ് നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ 1 + 2 + 3 അങ്ങനെ നമ്പേഴ്സ് വരുന്നതായിരിക്കും. അപ്പൊ നമ്പേഴ്സ് മാത്രമല്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം തരും. ഇപ്പൊ സപ്പോസ് ഒരു ഫംഗ്ഷൻ തരും. ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഹയർ പവേഴ്സ് എടുക്കണം, അതിന്റെ ടേംസ് എടുക്കണം, അതിന്റെ വാല്യൂസ് എടുക്കണം. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻ ബേസിസിലാണ് തരുന്നതെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു പോയിന്റും തരും. അപ്പൊ ഒരു ഫംഗ്ഷനെ ഒരു പോയിന്റിന്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്യും, അതിന്റെ ഹയർ പവേഴ്സും എടുക്കുന്നതാണ് പവർ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ പവർ സീരീസിൽ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ടൈലർ സീരീസും മെക്ലോറൻ സീരീസും. ഇനി നമുക്ക് ഓരോരോ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പഠിക്കാനുള്ള ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഇൻഫിനൈറ്റ് സീരീസ് എന്താണെന്ന് പഠിക്കണം. അപ്പൊ ഇൻഫിനൈറ്റ് സീരീസിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതിന് നമ്മളൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ വെച്ച് നമുക്കതിനെ സ്കെച്ച് ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ സപ്പോസ് ഒരു പേഴ്സണെ കൺസിഡർ ചെയ്തു. റോഷൻ എന്ന് പറഞ്ഞ പേഴ്സണെ കൺസിഡർ ചെയ്യാം. റോഷൻ എന്ന് പറഞ്ഞ പേഴ്സൺ ഒരു മാരത്തോൺ റേസ് ഓടാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. അപ്പൊ ഈ ഓടാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പം പക്ഷെ ഒരു പ്ലാനിങ് ഒരു അൺയൂഷ്വൽ മാനറിലേക്കാണ് പോകുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ആളെന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് ഡേ ഒരു 1 മൈൽ കവർ ചെയ്യും. സെക്കൻഡ് ഡേ എന്താ കവർ ചെയ്യുക? സെക്കൻഡ് ഡേയിൽ ഒരു 1/2 മൈൽ കവർ ചെയ്യും. തേർഡ് ഡേ എന്താ ചെയ്യുക? 1/4 മൈൽ. ഫോർത്ത് ഡേ എന്താ ചെയ്യുക? 1/8 മൈൽ. അങ്ങനെ കവറേജ് ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഓബ്വിയസ്ലി ഈ പാറ്റേണിനെ കാണാം. ഫസ്റ്റിന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കവർ ചെയ്തത് അല്ലെ? ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കവർ ചെയ്തത്, ഇതിന്റെ ഹാഫ് ഡിസ്റ്റൻസ് ആണ് ഇവിടെ കവർ ചെയ്തത്. അപ്പം ആളെന്താ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ സബ്സിക്വന്റ് ഡേയ്സിൽ അങ്ങോട്ടുള്ള സബ്സിക്വന്റ് ഡേയ്സിൽ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ ഹാഫ് ആയിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ഓബ്വിയസ്ലി ഇങ്ങനെ ഹാഫ് ചെയ്ത് വരുമ്പോൾ എന്താ, ആ ക്വാണ്ടിറ്റീസ് ഒക്കെ ഒരുപാട് ചെറിയ ഫ്രാക്ഷൻസിലേക്ക് പോകുന്ന ക്വാണ്ടിറ്റീസ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ആഡപ്പ് ചെയ്ത് ഡെസ്റ്റിനേഷനിലേക്ക് എപ്പോഴാണ് എത്തുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊരു അൺയൂഷ്വൽ മാനർ ആണെങ്കിലും ഇതെന്താണ്? ഇതിനെ നമുക്ക് യൂസ് ചെയ്ത് ഒരു ഇൻഫിനൈറ്റ് സീരീസ് മോഡൽ ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യുക? ഈ ആള് കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഫസ്റ്റ് ഡേയുടെ ഡിസ്റ്റൻസ് ഏതാ? 1 മൈൽ അല്ലേ? അത് ഞാൻ എഴുതി. ഡിസ്റ്റൻസ് ഓബ്വിയസ്ലി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യണമല്ലോ.
അപ്പൊ സെക്കൻഡിന്റെ ഡിസ്റ്റൻസ് എന്താ 1/2 അത് കൊടുത്തു. തേർഡ് ഡേയുടെ ഡിസ്റ്റൻസ് എന്താ 1/4. ഫോർത്ത് ഡേയുടെ ഡിസ്റ്റൻസ് 1/8 ആൻഡ് സോ ഓൺ. അപ്പോ ഇതെന്താണ്? ഇതൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ അഡീഷൻ സൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. അവിടെ നിന്നാണ് ഇൻഫിനൈറ്റ് സീരീസിന്റെ ഡെഫിനേഷൻ വരുന്നത്. ഇൻഫിനൈറ്റ് സീരീസിന്റെ ഡെഫിനേഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറേ സീരീസ് ഓഫ് നമ്പേഴ്സ് കാണും. ആ നമ്പേഴ്സ് എന്താകാം? ആ നമ്പേഴ്സ് റിയൽ നമ്പേഴ്സ് ആകാം, ആ നമ്പേഴ്സ് കോംപ്ലക്സ് നമ്പേഴ്സ് ആകാം. ആ നമ്പേഴ്സിനെ നമ്മൾ പ്ലസോ മൈനസോ വെച്ച് സെപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഫിനൈറ്റ് ടേംസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യും. ഇൻഫിനൈറ്റ് സീരീസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യും. ഇൻഫിനൈറ്റ് സീരീസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ സിഗ്മ വെച്ചാണ്. അപ്പൊ സിഗ്മ നമുക്ക് എല്ലാം അറിയാം, ഇങ്ങനെ എഴുതുന്നതെന്ന് നമുക്കറിയാം. ഇനിയിപ്പോൾ ഞാനിതിനെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഞാനിതിന് മോഡൽ ചെയ്തെടുക്കാം. ജനറൽ എക്സ്പ്രഷൻ മോഡൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഞാനൊരു അസംഷൻ എടുത്തു. n is equal to 0 to infinity 1/2 raised to n. ഈ ടേം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടേം കണ്ടോ, ആദ്യം ഞാൻ n ന് 0 കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 2 raised to 0. എനിത്തിങ് raised to 0 is 1. സോ അപ്പൊ എനിക്ക് 1 കിട്ടും. അപ്പൊ സെക്കൻഡ് ടേം ഞാൻ എന്ത് കൊടുക്കും? n equal to 1 കൊടുക്കും. n equal to 1 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. അടുത്ത ടേം n equal to 2 കൊടുക്കും. n equal to 2 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/4 കിട്ടും. അതുപോലെ n equal to 3 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1/8 കിട്ടും. അതായത് ഇതൊരു ജനറൽ എക്സ്പ്രഷൻ ആണ്. ഈ ജനറൽ എക്സ്പ്രഷൻ എന്താണ്? ഈ സീരീസിന്റെ ഒരു അപ്രോക്സിമേഷൻ തരും. ഈ സീരീസ് എങ്ങനെ പോകുന്നത്, ഇതിന്റെ നേച്ചറിന്റെ ഒരു അപ്രോക്സിമേഷൻ തരും. ഇതിനെ ഞാനപ്പോ എന്ത് പറയും? nth ടേം എന്ന് പറയും. ഇതിനെ nth ടേം എന്നും പറയും. ഇതിനെ നമുക്ക് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? either by x of n or by u of n ഉം ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ വേറൊരു ഇപ്പൊ നമ്മൾ ഇൻഫിനൈറ്റ് സീരീസിന് എക്സാമ്പിൾ എടുക്കുന്നു. 1 plus 2 plus 3 and so on till infinity. So ഇതിനെ നമുക്ക് എങ്ങനെ മോഡൽ ചെയ്യാൻ പറ്റും? which can be written as summation. കുറേ ടേംസിന്റെ സമ്മേഷൻ ആണ്. അപ്പൊ സമ്മേഷൻ n is equal to 0 to infinity x of n. Summation n is equal to 0 to infinity. So this is 1 to infinity. അപ്പോൾ ഇതിനെ x of n എന്ത് കൊടുക്കാം? n കൊടുക്കാം. ഓക്കെ. സോ n നമുക്ക് എന്ത് കൊടുക്കാം? n 1 കൊടുക്കുമ്പോൾ 1 കിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മോഡൽ ചെയ്യാം? സമ്മേഷൻ n equal to 1 to infinity x of n. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു എന്ന് പറഞ്ഞു? ഇതിനെ nth ടേം എന്ന് പറയാമെന്ന് പറഞ്ഞു. ഈ nth ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? n equal to 1 to infinity x of n. ഇവിടെ എന്ത് കൊടുക്കാം? ഓബ്വിയസ്ലി n കൊടുക്കാം. ബിക്കോസ് n കൊടുക്കുമ്പോഴത്തേക്ക് n ന് ഇവിടെ ഫസ്റ്റ് വാല്യൂ എന്ത് വന്നു? 1 വന്നു. അടുത്ത വാല്യൂ എന്ത് വരും? 2, 3 ആൻഡ് സോ ഓൺ. ഈ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ APGP പഠിച്ചിട്ടുണ്ട്, nth ടേമിന്റെ സം എടുക്കണമെന്ന് പറഞ്ഞു. n ടേംസിന്റെ സം അപ്പൊ എങ്ങനെ? ഇതിൽ ഏതെങ്കിലും ഒരു n ടേംസ്, ഇപ്പൊ 15th വരെ സം എടുക്കണമെങ്കിൽ ആ 15 ടേംസിന്റെ സം എടുക്കാം. അങ്ങനെ ഇനി നമുക്ക് എന്താ നോക്കാം? സീക്വൻസ് എന്താന്ന് നോക്കാം. അപ്പൊ സീക്വൻസ് എന്ന് പറഞ്ഞാല് ഒരു ഓർഡേർഡ് സെറ്റ് ഓഫ് ഇൻഫിനൈറ്റ് നമ്മൾ നമ്പേഴ്സ് എഴുതും. ആ നമ്പേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ജനറൽ ഡിനോഷൻ കൊടുക്കുവാണെങ്കിൽ x1 x2 x3 ഇപ്പൊ അത് റിയൽ നമ്പേഴ്സ് ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫിനൈറ്റ് സീക്വൻസ് എന്ന് പറയാം. ആ ഇൻഫിനൈറ്റ് സീക്വൻസിന്റെ nth ടേമിനെ x എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ ഓരോരോ ടേം ഉണ്ടല്ലോ, x1 x2 x3, അതിനെ നമ്മൾ എന്താ പറയാ? ടേംസ് ഓഫ് ദ സീക്വൻസ് എന്നും പറയാം. അതുപോലെ തന്നെ ഈ xn എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് nth ടേം ഓഫ് ദ സീക്വൻസ് എന്നും പറയാം. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എടുക്കുവാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സീക്വൻസ് എഴുതുക 1, 1/2, 1/3. അപ്പൊ അതിന്റെ nth ടേം നമുക്ക് എന്താ എഴുതാം? Obviously it is 1/n because n equal to 1, 2, 3 വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സീക്വൻസ് കിട്ടുകയും അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിൽ നിന്ന് ഒരു ഇന്റർമീഡിയറ്റ് ടേം ഡിഫൈൻ ചെയ്യാം. അതായത് f of n is equal to 1/n x of n. നമുക്കിത് അറിയാം, 1/n എന്താ? nth ടേം ആണെന്നറിയാം. അപ്പൊ അതിനെ നമ്മൾ എന്താക്കി എഴുതി? x-നാക്കി എഴുതി. പക്ഷെ എന്തുകൊണ്ട് ഇതിന് ഇനി f of n കൊടുക്കുന്നു? f of n എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 or more than 1 ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ഇപ്പൊ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? n-നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സീക്വൻസിന്റെ ഡെഫിനേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് പറയുമ്പോൾ infinite sequence is a positive set of integers defined by a function. ആ ഫംഗ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെന്നും ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിയൽ ആണെന്നും
അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? f of n is equal to nth term of the sequence which is equals to x of n. അപ്പോൾ നമുക്കിനി വേറെ രണ്ട് ടേംസ് നമുക്കിനി പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ആദ്യത്തെ ടേം കൺവേർജൻസ്, രണ്ടാമത്തെ ടേം ഡൈവേർജൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇൻഫിനൈറ്റ് സീരീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഈ ഇൻഫിനൈറ്റ് സീരീസ് എന്താ? അത്രയും നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മളത് പ്രാക്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെ നമ്മൾ പ്രാക്ടിക്കലി അനലൈസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്താ രണ്ട് ടേംസ് ഡിഫൈൻ ചെയ്യാം. അതാണ് കൺവേർജൻസും ഡൈവേർജൻസും. ഇത്രയും ഇൻഫിനൈറ്റ് ടേം നമ്മൾ കുറച്ച് സ്പെസിഫിക് ടെസ്റ്റ് എടുക്കും. അത്രയും ഇൻഫിനൈറ്റ് ടേം ഒരു വാല്യൂയിലേക്ക് വരികയാണെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ എന്ത് പറയും? ലിമിറ്റ്. അപ്പം നമ്മൾ ഒരു സീരീസിന്റെ കണ്ടെക്സ്റ്റിൽ എടുക്കുവാണെങ്കിൽ കുറേ നമ്പർ ഓഫ് ടേംസ് ഉണ്ട്, അതിനെ നമ്മൾ സീരീസ് ആയിട്ട് എഴുതി. ആ സീരീസ് സർട്ടിൻ ടെസ്റ്റ് നമ്മൾ മുന്നോട്ട് പഠിക്കും. ആ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലിമിറ്റിലേക്ക് വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? കൺവേർജൻസ് എന്നും പറയും. അത് ലിമിറ്റിലേക്കല്ല, ഒരു അൺഡിഫൈൻഡ് വാല്യൂയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡൈവേർജൻസ് എന്നും പറയും. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക? അപ്പൊ ആദ്യം ഒരു സീരീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. 1/2 + 1/4 + 1/8 അങ്ങനെ. അപ്പൊ ഞാനിപ്പോ ഇതിനെ u1 വെച്ച് ഡിനോട്ട് ചെയ്യുക, ഇതിനെ u2 വെച്ച് ഡിനോട്ട് ചെയ്യുക, ഒരു ജനറൽ ഡിനോഷൻ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ s1 എന്ന് പറഞ്ഞ ഒരു ഇന്റർമീഡിയറ്റ് ടേം ഡിഫൈൻ ചെയ്യാം. s1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് അസൈൻ ചെയ്ത് കൊടുക്കാം? u1 ആണ് അസൈൻ ചെയ്ത് കൊടുക്കാം. അടുത്തത് s2 എന്ന് പറഞ്ഞൊരു ടേം എടുക്കുക, അതായത് സം എന്ന അർത്ഥത്തിൽ. s2 എന്ന് പറഞ്ഞാൽ u1 + u2. നെക്സ്റ്റ് ടേം എന്തെടുക്കും? s3 which is u1 + u2 + u3. അപ്പൊ ഈ സീരീസ് നമ്മൾ എടുക്കുവാണെങ്കിൽ u1 എന്ത് വന്നു? ഹാഫ് അല്ലേ വന്നേ. അതിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് എങ്ങനെ എഴുതാം? 1 - 1/2 എന്ന് എഴുതാം അല്ലേ. അപ്പൊ s2 എന്ന് പറഞ്ഞാൽ എന്താ സം? എന്തൊക്കെ ടേംസ് ആണ് വരുന്നത്? 1/2 + 1/4. സോ 1/2 + 1/4 എങ്ങനെ എഴുതാം? 1 - 1/2². സോ ഓബ്വിയസ്ലി ഇതിന് എൽസിയം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടും? 3/4. അതുപോലെ ഇതും എന്ത് കിട്ടും? 3/4 തന്നെ കിട്ടും. അങ്ങനെ നമ്മൾ ജനറൽ അപ്രോക്സിമേഷനിലേക്ക് വരുവാണെങ്കിൽ കണ്ടോ ഇവിടെ എന്താ വേരി ആവുന്നത്? ഈ പവറല്ലേ വേരി ആവുന്നത്? n പവറല്ലേ വേരി ആവുന്നത്? 1/2 1 എന്താണ്? കോൺസ്റ്റന്റ് ടേംസ് ആണ്. അപ്പോൾ Sn നമ്മളൊരു ടേം എടുക്കുമ്പോഴത്തേക്ക് അതായത് nth ടേം എന്ത് കിട്ടും? 1 - 1/2n. അപ്പൊ ഇനി ഇതിൽ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇൻഫിനിറ്റിക്ക് ഞാൻ ഈ n-ന് ഞാൻ ഇൻഫിനിറ്റി വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ഈ Sn എന്താ? obviously 1/2∞, which is infinity. 1/∞ 0. അപ്പോൾ Sn എന്ന് പറഞ്ഞാൽ ഒരു 1. അതായത് ഞാൻ ഈ സംസിലേക്ക് n-ന് ഇൻഫൈനൈറ്റ് വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അത് എന്ത് ചെയ്യും? ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഒരു ഫുൾ സീക്വൻസിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ സബ് സീക്വൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ സബ് സീക്വൻസസിന്റെ സമ്മിനെയാണ് ഞാൻ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് കുറച്ച് കൺവേർജൻസ് ടെസ്റ്റ് വെച്ച് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? ഈ n ഇൻഫിനിറ്റി ഇടുമ്പോഴത്തേക്ക് അത് നമ്മളൊരു വാല്യൂയിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് കൺവേർജൻസ് സീരീസ് എന്ന് പറയും. ഇൻഫാക്ട് ഡെഫിനേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ n is equal to 1 to infinity. നമുക്കൊരു സീരീസിനെ un വെച്ച് ഡിനോട്ട് ചെയ്യാം. when this limit n tends to infinity, that is u1 + u2 + u3. അപ്പോൾ അത് നമ്മൾ n tends to infinity കൊടുക്കുമ്പോൾ അതൊരു ഫൈനൈറ്റ് വാല്യൂ എല്ലിലേക്ക് പോവുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? കൺവേർജൻസ് സീരീസ് എന്ന് പറയാം.
കൺവേർജൻസ് സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? കൺവേർജൻസ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഫൈനൈറ്റ് കുറെ നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസിനെ നമ്മളിപ്പം സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity എക്സ് ഓഫ് എൻ വെച്ച് ഡിഫൈൻ ചെയ്യുക. ദാറ്റ് ഇസ് x1 plus x2 ഡോട്ട് ഡോട്ട് എക്സ് ഓഫ് എൻ. സോ അപ്പോൾ അതൊരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക്, സം ഒരു ഫൈനൈറ്റ് വാല്യൂയിലേക്ക് വരുവാണെങ്കിൽ അതിനെ നമ്മൾ കൺവേർജ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി നോക്കി സം എന്താണ്, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന്റെ പ്രോപ്പർട്ടി നോക്കി. ആ പ്രോപ്പർട്ടി വെച്ചാണ് നമ്മൾ ഒരു ജനറലി ഒരു സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇനി സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1 by n square plus 3n plus 2. അപ്പൊ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന്, ഈ സം കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് നോക്കണം. അപ്പോൾ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എന്താ, നമ്മൾ നേരത്തെ ഒരു ടോപ്പിക് പഠിച്ചു, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ്. ആ പ്രോപ്പർട്ടി, ജനറൽ പ്രോപ്പർട്ടി വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണിത്. അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ടേമിന്, അതായത് ഈ തന്നിരിക്കുന്ന ടേമിനെ ഞാൻ യു എൻ എന്നൊരു പേര്, അതായത് എന്നത്തെ ടേം ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ യു എൻ ആയിട്ട് എടുത്താൽ അതിനെ എങ്ങനെ എഴുതാം? 1 by n square plus 3n plus 2. ഓക്കെ, സോ അതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പം അപ്പോൾ നമുക്ക് ഈ ടേമിനെ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ n square plus 3n plus 2യുടെ ഫാക്ടേഴ്സ് എന്ത് കിട്ടും? n plus 1 into n plus 2. പക്ഷെ ഇങ്ങനത്തെ ടേംസ് നമ്മൾ മാത്തമാറ്റിക്സിൽ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതിനെ ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ അതിനൊരു അപ്രോച്ച് ഉപയോഗിക്കും. ആ അപ്രോച്ചിനെ നമ്മൾ എന്താ പറയുക? അതിനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്രോച്ച് എന്ന് പറയും. അപ്പം ഞാനൊരിപ്പോൾ ജനറൽ ഡിസ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ ഞാനൊരു ജനറലായിട്ടൊരു ടേം എടുത്തു, 1 by x plus a into x plus b. ഇപ്പം ഇത് രണ്ട് ഫാക്ടേഴ്സ് ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പം അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്രോച്ച് വെച്ച് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, a by x plus a. അതായത് ഫസ്റ്റ് ടേമിന് അസോസിയേറ്റഡ് ഒരു കോൺസ്റ്റന്റ് പ്ലസ് എക്സ് പ്ലസ് ബിക്ക് അസോസിയേറ്റഡ് ഒരു കോൺസ്റ്റന്റ്. അപ്പൊ a by x plus a പ്ലസ് b by x plus b. എന്നിട്ട് എന്താ ചെയ്യുക? നമ്മൾ ഈ തന്നിരിക്കുന്ന ഡിനോമിനേറ്റർ നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ടേമിലേക്ക് എത്തും. 1 ഈക്വൽ ടു a ഇൻറ്റു എക്സ് പ്ലസ് ബി പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ. ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ കണ്ടോ രണ്ട് വേരിയബിൾസ് ഉണ്ട് a ആൻഡ് b. അപ്പൊ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ 0 ആക്കാം. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ സപ്പോസ് ഫസ്റ്റ് ടേമിൽ നമുക്കിപ്പം എക്സ് ഈക്വൽ ടു മൈനസ് ബി കൊടുക്കാം. മൈനസ് ബി കൊടുക്കുമ്പോൾ എന്തോ a 0 ആവും. അപ്പൊ നമുക്ക് b മാത്രം കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു മൈനസ് ബി കൊടുക്കുക. എക്സ് ഈക്വൽ ടു മൈനസ് ബി കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1 ഈക്വൽ ടു ഈ ടേം അങ്ങ് 0 ആയി പോവും, പ്ലസ് ബി ഇൻറ്റു മൈനസ് ബി പ്ലസ് എ വരും. അപ്പൊ ബിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു 1 by ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് a മൈനസ് ബി. അടുത്തത് ഇനിയിപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ബി ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി അടുത്ത നമ്മൾ a കണ്ടുപിടിക്കാം. a കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ 0 ആക്കണ്ടേ? b 0 ആക്കണം. അപ്പൊ x ഈക്വൽ ടു മൈനസ് എ കൊടുക്കണം. x ഈക്വൽ ടു മൈനസ് എ കൊടുക്കുമ്പോഴത്തേക്ക് 1 ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇൻറ്റു മൈനസ് എ പ്ലസ് ബി. സോ ഈ ടേം എങ്ങനെ വരും? a ഈക്വൽ ടു 1 by b മൈനസ് എ എന്ന് എഴുതാം. നമുക്ക് ഇത് വെച്ച് ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മൾ ഈ ടേമിനെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തു? യു എൻ ആയിട്ട് ഡിനോട്ട് ചെയ്തു. യു എൻ ഈക്വൽ ടു 1 by n സ്ക്വയർ പ്ലസ് 3n plus 2. അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by n plus 1 into n plus 2. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്രോച്ച് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഈ സ്റ്റെപ്പ് ഡയറക്റ്റ്ലി എഴുതുക. അപ്പൊ 1 ഈക്വൽ ടു a ഇൻറ്റു n plus 2 പ്ലസ് b ഇൻറ്റു n plus 1. അപ്പൊ എന്ത് കൊടുക്കണം? അപ്പൊ n-ന് എന്ത് കൊടുക്കണം? -2 കൊടുക്കണം. അപ്പൊ a 0 ആവും. അപ്പൊ b യുടെ വാല്യൂ കിട്ടും. അപ്പൊ a ഈക്വൽ ടു b ഇൻറ്റു -2 പ്ലസ് 1. സോ b ഈക്വൽ ടു -1. യുടെ വാല്യൂ സോൾവ് ചെയ്യണം. അപ്പൊ a കിട്ടണമെങ്കിൽ എന്താ? n-ന് എന്ത് കൊടുക്കണം? -1 കൊടുക്കണം. അപ്പൊ ഈ -1 എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം? അപ്പൊ 1 ഈക്വൽ ടു a ഇൻറ്റു -1 പ്ലസ് 2. അപ്പൊ a സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a ഈക്വൽ ടു 1 കിട്ടും. ഇനിയിപ്പോൾ എയുടെയും ബിയുടെ വാല്യൂസ് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ഈ ഒരു ടേം നമുക്കിപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എയുടെയും ബിയുടെയും വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ a by a എന്താ? 1 കിട്ടിയില്ലേ? 1 by ഫസ്റ്റ് ഫാക്ടർ എന്താ? n plus 1. ഇനി അടുത്ത ഫാക്ടർ എന്താ? b. അപ്പൊ b എന്താണ്? നമ്മുടെ -1. സോ -1 by n plus 2. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്തു, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1 by n plus 1 -1 by n plus 2. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അപ്പൊ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് നമ്മൾ എങ്ങനെ എഴുതി? Sn is equal to which is u1 plus u2 plus u3 and so on till un. അപ്പൊ ഇതിനിപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? ഇതിനെ ഞാൻ un ആയിട്ടല്ലേ എടുത്തത്.
അപ്പൊ നമുക്ക് u1 എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ടേം, അതായത് n ഈക്വൽ ടു 1. അപ്പൊ n ഈക്വൽ ടു 1 u1 കിട്ടണമെങ്കിൽ n എന്ത് കൊടുക്കാം, 1 കൊടുക്കാം. അപ്പൊ n ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/2 മൈനസ് 1/3. അങ്ങനെ u2 ഇനി എടുക്കുമ്പോഴത്തേക്ക് u2 ഇനി n ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3 മൈനസ് 1/4 ആൻഡ് സോ ഓൺ. അങ്ങനെ ടേംസ് പൊക്കോണ്ടേയിരിക്കും. നമുക്ക് nth ടേം അല്ലേ ലാസ്റ്റിൽ വേണ്ടത്. അപ്പൊ nth ടേം നമുക്ക് എങ്ങനെ എഴുതാം, nth ടേം ഓൾറെഡി സ്പെസിഫൈഡ്. nth ടേം എങ്ങനെ എഴുതാം, 1/n+1 മൈനസ് 1/n+2. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രീവിയസ് ടേമോട് എഴുതാം. പ്രീവിയസ് ടേം എന്ന് പറഞ്ഞാൽ എന്നിന്റെ എന്താ, n-1th ടേം ആണ്. അപ്പൊ n-1th ടേം എടുക്കുമ്പോഴത്തേക്ക് ഈ n-ന്റെ സ്ഥലത്തല്ല എന്തിട്ട് കൊടുത്താൽ മതി, n-1 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ n-ന്റെ സ്ഥലത്ത് n-1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് n-1 + 1 എന്ത് വരും, 1/n വരും. അടുത്ത ടേം എന്ത് വരും, ഇവിടെ n-ന്റെ സ്ഥലത്ത് n-1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 1/n+1. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കാണാം, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫുൾ സീരീസ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ടേംസ് ഇതൊക്കെ ക്യാൻസൽ ആവും. -1/3 + 1/3 ഇതെല്ലാം ക്യാൻസൽ ആവും, -1/4. അതുപോലെ ഈ ടേംസ് എല്ലാം, ഇതും ഇതിന്റെ പ്രീവിയസ് ടേമും ഇതും ഇതിന്റെ പ്രീവിയസ് ടേമും എല്ലാം ക്യാൻസൽ ആയിപ്പോ. അപ്പൊ റിമൈനിങ് നമുക്ക് ഏത് ടേമേ കിട്ടിയുള്ളൂ, 1/2 മൈനസ് 1/n+2. അപ്പൊ അതിനെ നമുക്ക് സം n ആയിട്ട് എങ്ങനെ എഴുതാം, 1/2 മൈനസ് 1/n+2. നമ്മൾ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് പഠിച്ചപ്പോൾ പറഞ്ഞു, ഈ സം എടുക്കുമ്പോൾ ലിമിറ്റ് n→∞ കൊടുക്കുക. അപ്പൊ ലിമിറ്റ് n→∞ കൊടുക്കുമ്പോൾ ലിമിറ്റ് n→∞, ഈ ടേമിനെ എങ്ങനെ എഴുതാം, 1/2 മൈനസ് 1/n+2. ദിസ് ടേം ഈക്വൽസ് ടു, ഇനിയിപ്പോൾ n എന്ത് കൊടുക്കണം, ഇവിടെ പറയുന്ന പോലെ തന്നെ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 1/2 മൈനസ് 1/∞+2. ഓബ്വിയസ്ലി ഇൻഫിനിറ്റി ഈസ് എ വെരി ലാർജ് നമ്പർ. സോ എനിത്തിങ് അതിന്റെ കൂടെ ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഇൻഫിനിറ്റി കിട്ടത്തുള്ളൂ. സോ ദിസ് ഇസ് 1/∞. 1/∞ എന്താ, 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അത് സോൾവ് ചെയ്യുമ്പോൾ 1/2. അപ്പൊ അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്. അപ്പൊ ഫൈനൈറ്റ് വാല്യൂ ആയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, അത് കൺവേർജന്റ് സീരീസ് ആണ് മനസ്സിലായി. അപ്പൊ നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. summation n equal to 1 to infinity 1/9n² plus 3n minus 2. ഇനിയിപ്പോ ഇതിനെ എങ്ങനെ കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ നമ്മൾ പ്രൂവ് ചെയ്യണം. അതിപ്പോ ചെയ്യാൻ വേണ്ടി നേരത്തെ ചെയ്ത അപ്രോച്ച് പോലെ തന്നെ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം, un-th ടേം ആയിട്ട് എടുക്കാം. സോ un is equal to 1/9n² plus 3n minus 2. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, അപ്പൊ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേംസ് എന്ന് പറഞ്ഞാല് 3n minus 1 into 3n plus 2. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ഈ ടേമിനെ എന്ത് ചെയ്യണം, ഡയറക്ട്ലി സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ എന്ത് കൊടുക്കണം, പാർഷ്യൽ ഫ്രാക്ഷൻ അപ്രോച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ, എയുടെ വാല്യൂ 1/3 ബിയുടെ വാല്യൂ -1/3 കിട്ടും. നമുക്ക് 9n² plus 3n minus 2 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യണമെന്ന് പഠിക്കാം. നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് കിടക്കുന്നത്, ax² plus bx plus c. ഇപ്പൊ എക്സിന് സ്ഥലത്ത് ഇവിടെ എന്ത് വേരിയബിൾ ഉപയോഗിച്ചതേ ഉള്ളൂ, n വേരിയബിൾ നമ്മൾ ഉപയോഗിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും, a = 9 കിട്ടും, b = 3 കിട്ടും, c = -2 കിട്ടും. ഫാക്ടറൈസേഷൻ അപ്രോച്ച് എന്താന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്യണം. രണ്ട് നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. അതായത് നോക്ക്, a എന്താണ്, a into c, a എന്താണ് 9 into -2 നമുക്ക് എന്ത് കിട്ടും, -18 കിട്ടും. അടുത്തത് നമുക്ക് a plus c, അതായത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18 കിട്ടണം. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എന്തിന്റെ ഈക്വൽ ആയിരിക്കണം, b കോഫിഷ്യന്റിന് ഈക്വൽ ആയിരിക്കണം 3. നമ്മൾ ആ പോസിബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -18ഉം രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 3ഉം കിട്ടണമെങ്കിൽ എന്തൊക്കെ നമ്പേഴ്സ് എടുക്കാം, ഒന്ന് 6ഉം എടുക്കാം, ഒന്ന് -3 എടുക്കാം. അപ്പൊ 6 into -3 is -18, 6 - 3 is 3. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോകാൻ തിരിച്ചു പോവാം. അപ്പൊ 9n² plus 3n minus 2. Obviously, so next step is 9n² 3n അല്ലേ, അതായത് 3n കിട്ടണമെങ്കിൽ അപ്പൊ ഇതിനെ എങ്ങനെ ആക്കണം, 6n -3n ആയിട്ട് എഴുതണം. അപ്പൊ ഇതിനെ കണ്ടോ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഒന്ന് 6n -3n ആയിട്ട് എഴുതി, ബാക്കി -2. ഇതിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഈ ആദ്യത്തെ രണ്ട് ടേം എടുക്കുക,
അവസാനത്തെ രണ്ട് ടേം എടുക്കുക. ഇനിയിപ്പോൾ ആദ്യത്തെ രണ്ട് ടേമിൽ നിന്ന് എന്ത് കോമൺ കിട്ടുമെന്ന് നോക്കണം. ഈ രണ്ട് ടേമിൽ എന്ത് കോമൺ കിട്ടും? മൈനസ് കോമൺ എടുക്കുക. അതായത് ഇതേ ബ്രാക്കറ്റ് റിപ്പീറ്റ് ചെയ്ത് ഇവിടെയും വരണം. ഇതേ ബ്രാക്കറ്റ് 3n + 2 റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടെ ഇവിടെ വരണം. അങ്ങനെ വരണമെങ്കിൽ ഇവിടുന്ന് എന്ത് കോമൺ എടുത്താൽ മതി? മൈനസ് കോമൺ എടുത്താൽ മതി. മൈനസ് കോമൺ എടുക്കുമ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 3n + 2. സോ ഫൈനലി ഇനിയിപ്പോൾ ഇതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കിട്ടും? ഇവിടെ എന്ത് ടേം കോമൺ ആണ്? രണ്ടിലും 3n + 2 3n + 2 രണ്ട് ടേംസിലും കോമൺ ആണ്. അപ്പൊ 3n + 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? 3n - 1. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ടേംസ് ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കംപ്ലീറ്റ് എക്സ്പ്രഷനെ രണ്ട് ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എന്താ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഏതെങ്കിലും ഒരു ടേം എന്താക്കണം? 0 ആക്കണം. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ പുട്ട് n = ഓക്കെ, ഞാനിവിടെ 1/3 ഇട്ട് കഴിഞ്ഞാൽ ഈ ടേം എന്താവും? b × 3 × 1/3 - 3. ഇത് ക്യാൻസൽ ആയി കണ്ടോ? 0 ആവത്തില്ലേ? അപ്പൊ നമുക്ക് b 0 ആവും. അപ്പൊ നമുക്ക് എയിലേക്ക് എന്ത് ചെയ്യണം? n = 1/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ a × സോ പുട്ട് n = 1/3. ഈ ടേം 0 ആവും. അപ്പൊ ഈ ടേം എടുക്കണം. അപ്പൊ 1 = a × 3 × ഈ 1/3 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1/3 + 2. അപ്പൊ 3 3 ക്യാൻസൽ ആയി. അപ്പം implies 1 = a × this gives you 1 + 2 which is equal to 3. So a can be written as 1/3. അപ്പൊ നമ്മൾ എയുടെ വാല്യൂ ഇനി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വാല്യൂ കണ്ടുപിടിക്കണ്ടേ? ബിയുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ a 0 ആക്കണം. ഓക്കെ, സോ എയില് ഞാൻ ഓൾറെഡി n-ന് എന്താ കൊടുക്കാം? -2/3 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഈ ഫാക്ടർ 0 ആവുമെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പൊ n = -2/3 എവിടെ കൊടുത്താൽ മതി? ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ ഞാൻ n = -2/3 കൊടുക്കുവാണെങ്കിൽ ഇത് എന്ത് കിട്ടും? 3 × -2/3 + 2 which gives you a 0. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാം? 1 = ഇവിടെ -2/3 കൊടുക്കുമ്പോൾ a 0 ആവും. അപ്പോൾ ബിയിൽ എന്ത് കൊടുക്കണം? -2/3 കൊടുക്കണം. അപ്പോൾ b × 3 × n-ന്റെ സ്ഥലത്ത് -2/3 കൊടുക്കുക. -2/3 - 1. നമുക്കിവിടെ എന്ത് കിട്ടി? ബാക്കി -2 - 1 കിട്ടി. അപ്പോൾ 1 = b × -3 which gives you b = -1/3. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? നമ്മൾ a/x + a + b/x + b അല്ലേ എഴുതിയേ? അപ്പോൾ എയുടെ സ്ഥലത്ത് 1 കൊടുത്തു. 1/3 അതിന്റെ അസോസിയേറ്റിംഗ് ഫാക്ടർ എന്താ? 3n - 1. ബിയുടെ സ്ഥലത്ത് എന്ത് കൊടുത്തു? -1/3 കൊടുത്തു. അപ്പോൾ -1/3 / 3n + 2. അപ്പോൾ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയിട്ട് എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? 1/3 നമുക്ക് കോമൺ എടുക്കാം. കോമൺ എടുത്തതിന് ശേഷം എങ്ങനെ എഴുതാം? 1/3n - 1 1/3n + 2. ഇനിയിപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർലി ഇത് മനസ്സിലായി കാണുമല്ലോ, എങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം, എങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. അപ്പം നമുക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. അപ്പം നമ്മൾ സം എടുക്കുവാണ്. സം എന്താണ്? സം Sn = ഓരോരോ ടേംസ്, അതായത് un-ൽ u1 + u2 + u3 n ടേംസിൻ്റെ സം എടുക്കണം. അപ്പോൾ ഇപ്പോൾ un-th ടേം നമുക്ക് സോൾവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? സിംപ്ലിഫൈഡ് ആയിട്ട് ഈ ഒരു വേർഷൻ കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ u1 എടുക്കുമ്പോഴത്തേക്ക് n-ന് എന്ത് കൊടുക്കണം? 1. അപ്പോൾ ഈ രണ്ട് ടേംസിന് n-ന് എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ എന്ത് വരും? 1/3 എല്ലാത്തിലും കോമൺ ആണ്. ഇപ്പോൾ 1/3 പുറത്തെഴുതി. ഇവിടെ n-ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് 3 × 1 - 1 which will give you 1/2 മൈനസ്, ഇടയ്ക്ക് മൈനസ് സൈൻ ഉണ്ട്, അപ്പോൾ ഇവിടെ മൈനസ് ഇട്ടു. ഇതിൽ ഇനി n-ന് 1 കൊടുക്കുമ്പോൾ 1/3 × 1 + 2 which will give you 5. അപ്പോൾ ഇത് n = 1-ന് അസോസിയേറ്റഡ് ടേം ആണ്. അപ്പോൾ അടുത്തത് ഇനി എന്തെടുക്കാം? u2 എടുക്കണമെങ്കിൽ n = 2, അതായത് 2 ഇവിടെ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസും കിട്ടും. അടുത്തത് n = 3 എടുത്തു. ഈ രണ്ട് ടേംസ് n = 3ക്ക് കറസ്പോണ്ടിങ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേംസും കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി എവിടെ വരെ എത്തണം? nth ടേം വരെ എത്തണം. അപ്പോൾ nth ടേം ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? 1/3n - 1 -1/3n + 2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാൻസലിംഗ് പ്രൊസീജിയർ അറിയാൻ വേണ്ടി, ഏതൊക്കെ ക്യാൻസൽ ആവുമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്തും കൂടെ ചെയ്യാം. നമുക്കിതിനെ nth - 1 ടേമും കൂടെ എടുക്കാം. nth - 1 ടേം എങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ n-ന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? n - 1 കൊടുക്കണം. അപ്പോൾ ഇത് എന്ത് കിട്ടും? 3n - 1 = 3 × n - 1 - 1 which will give you 3n
minus 3 minus 1. So this will give you 3n minus 4. ആ 3n minus 4 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടേമിൽ കറസ്പോണ്ടിംഗ്ലി എന്നിന്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? n minus 1 കൊടുക്കണം. n minus 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ 1/3n minus 1. ഇനിയിപ്പോൾ ഈ ഫുൾ ടേം നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെ ക്യാൻസൽ ആവണമെന്ന് നോക്കണം. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ ഓൾട്ടർനേറ്റ് ടേംസ് അല്ലേ? -1/5 പ്ലസ് 1/5 മൈനസ് 1/8 പ്ലസ് 1/8 ഇതെല്ലാം ക്യാൻസൽ ആയി പോകും എല്ലാം. അപ്പോൾ ഇത് കണ്ടോ, ഇതും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് റിമൈനിങ് ഏതൊക്കെ ടേംസ് ഉള്ളൂ? ഒന്ന് 1/2 കിട്ടും, ഒന്ന് 1/3n പ്ലസ് 2 കിട്ടും. അപ്പോൾ ഈ രണ്ട് ടേംസും കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എന്താ പറയുന്നത്? സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് വെച്ച് ഈ എസ്എനിൽ, അതായത് സമ്മിൽ n →∞ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഫൈനൈറ്റ് വാല്യൂ കിട്ടുവാണെങ്കിൽ അതിനെ എന്ത് പറയും? കൺവേർജന്റ് സീരീസ് എന്ന് പറയും. അപ്പോൾ നമുക്കിനി ലിമിറ്റ് n →∞ 1/3 ഇവിടെ എഴുതി. ഇനിയിപ്പോൾ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 1/2 മൈനസ് കണ്ടോ, ഇവിടെ n കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1/ this will become infinity. 3 into infinity is infinity. Any number added to infinity is infinity. So 1/∞ is 0. നമുക്കിത് മൊത്തത്തിൽ 0 ആയിപ്പോകും. ബാക്കി എന്ത് ടേംസ് കിട്ടത്തുള്ളൂ? 1/3 1/2 കിട്ടത്തുള്ളൂ. അപ്പോൾ 1/3 into 1/2 എന്ത് കിട്ടി? 1/6 എന്നും. അപ്പോൾ ഇതിനി ഒരു ഫൈനൈറ്റ് നമ്പർ ആണ്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ ആ സീരീസ് എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ നോക്കി രണ്ട് പ്രോബ്ലംസ് നോക്കി. എന്താണ്? കൺവേർജന്റ് ഡൈവേർജന്റ് നമുക്ക് എങ്ങനെ വെച്ച് ചെക്ക് ചെയ്യാവുന്ന, സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യാവുന്ന പറഞ്ഞു. അപ്പൊ ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൽ തന്നെ നമ്മളൊരു അപ്രോക്സിമേഷൻ ഡെറൈവ് ചെയ്യും. ആ അപ്രോക്സിമേഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ആ തിയറത്തിന് പറയുന്നത് നമ്മൾ nth ടേം ടെസ്റ്റ് എന്നാണ്. nth ടേം ടെസ്റ്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ nth ടേം എടുത്ത്, nth ടേം എന്ന് പറഞ്ഞതിന് നമ്മൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്തു? UN ആയിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തു. ആ UN നമ്മൾ ലിമിറ്റ് n →∞ കൊടുക്കുമ്പോൾ എന്താ? അത് 0 ആണെങ്കിൽ അത് എന്തായിരിക്കണം? കൺവേർജന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് കേസും എന്താ? അതൊരു ഫൈനൈറ്റ് നമ്പറിലേക്ക് പോകുന്നുണ്ട്, അതൊരു കൺവേർജന്റ്, രണ്ടും കൺവേർജന്റ് സീരീസ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ അത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ തിയറം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ nth ടേം ടെസ്റ്റ് എന്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n →∞ UN will be 0 when the series is convergent. അപ്പോൾ നമ്മൾ പ്രീവിയസ്ലി നോക്കിയ രണ്ട് എക്സാമ്പിൾസ് തന്നെ നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ എക്സാമ്പിൾ എന്തായിരുന്നു? 1/n + 1 into n + 2 is equal to limit n →∞. ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ എന്നിലേക്ക് എന്ത് കൊടുക്കണം? ഇൻഫൈനൈറ്റ് വാല്യൂ കൊടുക്കണം. ഇൻഫൈനൈറ്റ് വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ഓബ്വിയസ്ലി ഇത് ഇൻഫിനിറ്റി ആവും, ഇതും ഇൻഫിനിറ്റി ആവും. സോ ഇൻഫിനിറ്റി ഇൻറ്റു ഇൻഫിനിറ്റി, ഓബ്വിയസ്ലി ഇറ്റ് ഇസ് ഇൻഫിനിറ്റി. സോ 1/∞ is 0. അടുത്ത എക്സാമ്പിൾ നമ്മൾ അതുപോലെ എടുക്കുമ്പോഴത്തേക്ക് 1/9n² + 3n - 2 which again നമ്മൾ ലിമിറ്റ് n →∞ എടുത്തു. അപ്പൊ അതിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 1/ അഗെയിൻ ഈ ടേം ഇൻഫിനിറ്റി ആവും, 1/∞ which is 0. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ എന്തേ പറയുന്നുള്ളൂ? കൺവേർജൻസിനെ പറ്റി മാത്രമല്ല പറയുന്നുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞില്ല? ഡൈവേർജൻസ് എന്നൊരു ടേമിനെ പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞതേ ഇല്ല. അപ്പൊ ഡൈവേർജൻസ് ഓബ്വിയസ്ലി നിങ്ങൾ നോക്കുമ്പോൾ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഈ ടെസ്റ്റ് രണ്ടും ചെയ്യുമ്പം അതൊരു നോൺ സീറോ ക്വാണ്ടിറ്റി ആണെങ്കിൽ അതെന്തായിരിക്കും? അത് ഓബ്വിയസ്ലി ഡൈവേർജൻസ് സീരീസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം, അതിനെ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു. സമ്മേഷൻ n = 1 to infinity n/n + 1 എടുക്കുക. അപ്പൊ ഇതിനിപ്പോ നമ്മൾ എന്ത്, ഇത് nth ടേം അല്ലേ? ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ nth ടേം തന്നെയല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ nth ടേമിനെ എന്തായിട്ട് എടുത്തു? n/n + 1 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ പ്രൂവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ലിമിറ്റ് n →∞ n/n + 1. പക്ഷെ നോക്കി, ഈ സീരീസിന് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ എന്നിന് ഞാൻ ഇൻഫിനിറ്റി അങ്ങ് ഡയറക്റ്റ്ലി കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ എന്താവും? ∞/∞ ആവത്തില്ലേ? ∞/∞ ഫോം ഇൻഡിറ്റർമിനേറ്റ് ഫോം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ, വിച്ച് ഇസ് നോട്ട് ഡിഫൈൻഡ് ഇൻ മാത്സ്. അപ്പോൾ ∞/∞ ഫോം നമുക്കിനി എത്ര ടെസ്റ്റ് വന്നാലും നമുക്കിത് ആപ്ലിക്കേബിൾ ആവും. ∞/∞ ഫോം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എന്നിന്റെ ഹയസ്റ്റ് പവേഴ്സ് മേളിൽ നിന്ന് താഴെ നിന്നും കോമൺ എടുക്കണം, ആ ∞/∞ ഫോമിനെ മാറ്റാൻ വേണ്ടി. അപ്പൊ ഇതിൽ നമുക്ക് എന്നിന്റെ ഹയസ്റ്റ് പവർ എന്താ? n തന്നെയാണ്. അപ്പൊ ന്യൂമറേറ്ററിൽ n എഴുതി, ഡിനോമിനേറ്ററിൽ എന്നിന്റെ ഹയസ്റ്റ് പവർ എന്താ? ഓബ്വിയസ്ലി n തന്നെയാണ്. അപ്പൊ n എടുക്കും, അപ്പൊ n എങ്ങനെ എടുക്കും? ഇവിടെ n കോമൺ എടുക്കുമ്പോൾ 1 + 1/n എന്ന് എഴുതും. അപ്പൊ ഇനി കണ്ടോ, ഇതും ക്യാൻസൽ ആയി. ഇനി ഇപ്പൊ ഞാൻ ഇതിന് എന്ത് കൊടുക്കും? ലിമിറ്റ് n →∞ കൊടുക്കും. അപ്പൊ 1/1 + 1/n
അല്ലെ? ഇനിയിപ്പോ n ഇൻഫിനിറ്റി കൊടുക്കാം. ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴത്തേക്ക് 1/1 + 1/∞. We already know 1/∞ is 0. അപ്പോൾ 1/1 which is 1 അത് not equal to 0. That is അതൊരു നോൺ സീറോ ക്വാണ്ടിറ്റിയാ. അപ്പൊ നോൺ സീറോ ക്വാണ്ടിറ്റി എന്തായി? നോൺ സീറോ ക്വാണ്ടിറ്റി വരുന്നോണ്ട് അതെന്തായെന്ന് പറഞ്ഞു? നമ്മൾ ഡൈവേർജന്റ് സീരീസ് ആണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഡൈവേർജന്റ് സീരീസിന് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം, nth ടേം ടെസ്റ്റ് വെച്ച്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സമ്മേഷൻ k is equal to 0 to infinity k² + k + 3/3k² + 1. അപ്പൊ ഇതിനെ എന്തായിട്ട് എടുക്കാം? ഇത് n അല്ലല്ലോ, k അല്ലേ. അപ്പൊ n പകരം എന്ത് ഉപയോഗിക്കാം? u⁻k ഉപയോഗിക്കാം. അപ്പൊ uk is equal to k² + k + 3/3k² + 1. അപ്പൊ nth ടേം ടെസ്റ്റ് എന്താ പറയുന്നത്? അല്ലെ, ഇതിൽ ലിമിറ്റ് k ടെൻസ് ടു ഇൻഫിനിറ്റി uk കൊടുക്കാം. അപ്പൊ uk പകരം നമ്മൾ ഈ ടേം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഞാൻ എന്താ പറഞ്ഞത്? നമുക്ക് ഇങ്ങനത്തെ ടേംസിൽ ഇപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഫോം അല്ലേ കിടക്കുന്നത്. അപ്പൊ അതിൽ kക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡയറക്ട്ലി ഇൻഫിനിറ്റി കൊടുത്താൽ എന്താ? അത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആവും. അത് മാത്തമാറ്റിക്സിൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ ഞാൻ എന്താ പറയണ്ടേ? നമ്മുടെ ഹയസ്റ്റ് പവർ എന്താന്ന് വെച്ചാൽ അത് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഹയസ്റ്റ് പവർ എന്താ? k² എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം എന്ത് കിട്ടും? 1 + k/k². k/k² എന്താ? 1/k പ്ലസ് മൂന്നാമത്തെ ടേം എന്ത് കിട്ടും? 3/k². അപ്പൊ ന്യൂമറേറ്റർ അതോടെ കഴിഞ്ഞു. ഡിനോമിനേറ്ററിന്റെ ഹയസ്റ്റ് പവർ എന്താ? k² അല്ലേ. അപ്പൊ ഇവിടെയും k² എടുക്കുമ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് കിട്ടും? 3 + 1/k². അപ്പൊ ഈ k² ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ഇനി ഇപ്പൊ kക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ കണ്ടോ, 1 + 1/k + 3/k². അപ്പൊ 1 + 1/∞ + 3/∞ divided by 3 + 1/∞. obviously by∞ വരുന്ന ടേംസ് എല്ലാം എന്താ? 0 ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? ബാക്കി 1/3 ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പൊ 1/3 which is not equal to 0. അപ്പൊ അതെന്താണ്? ഡൈവേർജന്റ് സീരീസ് ആണ്. അത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല ഡയറക്ട്ലി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാർഷ്യൽ സമ്മിന്റെ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ അത് വെച്ച് നമുക്ക് nth ടേം ടെസ്റ്റ് നോക്കാലോ. അപ്പൊ അതിന്റെ അത് കൺവേർജന്റ് ആണെങ്കിൽ കൺവേർജന്റ് എന്നും, അതൊരു ഫൈനൈറ്റ് നമ്പറിലേക്കാണ് പോണെങ്കിൽ കൺവേർജന്റും, അല്ലെങ്കിൽ അത് ഡൈവേർജന്റും പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തെടുക്കാം? അപ്പം S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം which is 1, S2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രണ്ട് ടേംസിന്റെ സം, സോ 1 - 2 which is -1. S3 എന്ന് പറഞ്ഞാൽ എന്താ? ഈ മൂന്ന് ടേംസിന്റെ സം. അപ്പൊ ഈ മൂന്ന് ടേംസിന്റെ സം എന്ത് കിട്ടും? 2. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട് കണ്ടോ. നമ്മൾ nth ടേം ഡിറൈവ് ചെയ്യുമ്പം സമ്മിന്റെ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? -n/2, അല്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? n + 1/2. ബിക്കോസ് ഇവിടെ ഇപ്പൊ നോക്കിയേ, Sn-ന് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? -2/2 -1. ഇതിനിപ്പം നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 + 1/2 n equal to -n/2. ഇപ്പൊ ഓഡ് എടുക്കുവാണെങ്കിലോ, ഓഡ് വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 3 + 1/2 which is 4/2. അപ്പൊ നമുക്ക് എന്താ എടുക്കാം? ഓഡിന് നമുക്ക് ഇങ്ങനെ ഒരു സീരീസും കിട്ടി അല്ലെ. ഈവൻ നമുക്ക് എന്ത് കിട്ടി? -n/2 കിട്ടി. അപ്പൊ അതെന്താ? രണ്ട് ടൈപ്പ്, അതായത് n ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ സീരീസിന്റെ നേച്ചർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? nth ടേം ടെസ്റ്റ് അപ്പം എല്ലാത്തിനും സഫീഷ്യന്റ് അല്ല നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? കൺവേർജൻസ് ടെസ്റ്റിലേക്ക് പോകുന്നത്. n equal to -n/2, ഓർ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? n + 1/2. ബിക്കോസ് ഇവിടെ ഇപ്പൊ ഓഡ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 3 + 1/2 that is 4/2, നമുക്ക് 2 കിട്ടും. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ അല്ലാതെ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈവൻ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ -2/2, അപ്പൊ -1 കിട്ടി. അപ്പോ ഡിപ്പെൻഡിങ് ഓൺ n is even or odd നമുക്ക് എന്ത് പോകും? രണ്ട് സീക്വൻസിന്റെ നേച്ചർ മാറുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു nth ടേം പ്രോപ്പർലി ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാ കേസസിലും nth ടേം ടെസ്റ്റ് സഫീഷ്യന്റ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ കൺവേർജൻസ് ടെസ്റ്റ് പഠിക്കുന്നത്.